ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക്. അങ്ങനെ പവർ ടീമിനുള്ള യുദ്ധം തുടങ്ങി. നമ്മുടെ തണൽ ടീമും പവർ ടീമും കൂടാണ് ലാസ്റ്റുള്ള ഗെയിം കളിക്കുന്നത്. അതൊരു ഫിസിക്കൽ ഗെയിമായിരുന്നു, ഒരു കോയിൻ ഒട്ടിക്കുന്നതായിരുന്നു. ആദ്യം തന്നെ ഋഷിയായിട്ട് ജിൻഡോ ഭയങ്കര ഇതായി, അങ്ങനെ ഭയങ്കര ഇതായി, വഴക്കൊക്കെ ആയി, അതങ്ങ് മാറി ഋഷി ഔട്ടായി. പിന്നെ രണ്ടാമത്തേൽ ഗബ്രിയും ജിൻഡപ്പനുമായിട്ട് ഫിസിക്കലി ഭയങ്കര ഇതായിപ്പോയി. ഗബ്രി ജിൻഡപ്പൻ്റെ മുഖത്തൊക്കെ വലിച്ചു പിടിച്ച് മുടിയിലൊക്കെ പിടിച്ച് അത് ഭയങ്കര ഫിസിക്കലി ഇതായി. ആ ഗെയിം അസാധുവായി. രണ്ടുപേരും വേറെ വേറെ റൂമിൽ ഇരിക്കാൻ പറഞ്ഞ് അങ്ങനെ ആദ്യം നമ്മുടെ ഗബ്രി ഓരോരുത്തർ കുറ്റം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ജിൻഡോയുടെ ഭാഗത്തും തെറ്റുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഫിസിക്കലി ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് നിർത്തരുതെന്ന് പറഞ്ഞു ജിൻഡപ്പനോട്. അത് കഴിഞ്ഞ് പിന്നെ തുടങ്ങിയപ്പോൾ നമ്മുടെ അൻസിബ ഔട്ടായി. അത് കഴിഞ്ഞ് ജാസ്മിൻ ഔട്ടായി. നമ്മുടെ ജിൻഡപ്പൻ്റെ ടീമിലാണ് ജാസ്മിനും അൻസിബയും ഉള്ളത്. അവർ രണ്ടും ഔട്ടായി. ലാസ്റ്റ് ടീമിൽ ഗബ്രിയുടെ ടീമിൽ ശരണ്യയും ഗബ്രിയും ആയിരുന്നു ലാസ്റ്റ് നിന്നത്. ബസർ അടിച്ചപ്പോൾ ജിൻഡപ്പൻ്റെ കയ്യിലായിരുന്നു കോയിൻ. അങ്ങനെ ജിൻഡപ്പൻ ശരണയുടെ ദേഹത്ത് കൊട്ടിക്കാൻ വേണ്ടി അവിടെ നമ്മുടെ ലിവിങ് റൂമിൽ തന്നെ ഗ്ലാസ് പോപ്പറ്റൊക്കെ ഇടിച്ച് പൊട്ടിച്ച് ജിൻഡപ്പൻ ശരണയുടെ മുടിയിലൊക്കെ കയറി പിടിച്ച് ശരണയ്ക്ക് ഭയങ്കരമായിട്ട് ഫിസിക്കൽ ഭയങ്കര ഇതായി. ജിൻഡപ്പൻ ഒരു കളിയിൽ ഒന്നും നോക്കില്ല. ജിൻഡപ്പൻ രക്ഷയാണ് എന്ന് വെച്ചാൽ എല്ലാവരും കൂവി വിടെന്ന് പറഞ്ഞിട്ടും ജിൻഡപ്പൻ വിട്ടില്ല. അങ്ങനെ ശരണയ്ക്ക് നല്ല ഇതൊക്കെ ആയി. ലാസ്റ്റ് ജിൻഡപ്പൻ ഔട്ടായി. പക്ഷേ ഗ്ലാസ്സൊക്കെ പൊട്ടി എല്ലാവരെയും ഭയങ്കര ഇതൊക്കെ ആയി. എല്ലാവരെയും മെഡിക്കൽ റൂമിലൊക്കെ കൊണ്ടുപോയി. അങ്ങനെ പവർ വീണ്ടും അധികാരത്തിലേറ്റത് നമ്മുടെ പവർ ടീം തന്നെയാണ്, ഋഷിയുടെ ടീമൊക്കെ തന്നെയാണ്.